ഹായ്, എന്താ എല്ലാവരും വിശേഷം? സുഖല്ലേ? സങ്കടപ്പെട്ടിരിക്കണോ നീ? എന്തിനാണോ സങ്കടപ്പെട്ടിരിക്കുന്നത്? നമുക്ക് സങ്കടം ഉണ്ടാകണത് എന്തുകൊണ്ടാ? നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് അവരെ പോലെ, അല്ലെങ്കിൽ അവൻ്റെ വാഹനത്തെ അനുസരിച്ച് എനിക്ക് വാഹനം ഇല്ലല്ലോ, അതല്ലെങ്കിൽ അവൻ്റെ വീട് പോലത്തെ ഒരു വീട് ഇല്ല എനിക്കില്ല. നമ്മളെപ്പോഴും ആലോചിക്കുന്നത് എന്താ? നമുക്ക് ഇല്ല ഇല്ല ഇല്ല, നമുക്ക് എന്താണ് ഇല്ലാത്തത് എന്നതിനെ കുറിച്ചാണ് നമ്മളൊക്കെ വറീഡാണ്. നേരെ മറിച്ച് നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക, ഒരു മനസ്സ് നിറയാൻ, അല്ലെങ്കിൽ അതിനൊരു നന്ദി പറയാൻ നമ്മൾ ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പല ആളുകളും അത് ശ്രമിക്കാറില്ല. നമ്മളെപ്പോഴും എന്താ പറയുക, എങ്ങനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഇല്ലായ്മയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, എന്താ പറയുക, എനിക്കില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതല്ലെങ്കിൽ എനിക്ക് എന്താണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും കേട്ടോ. ഞാൻ പറയും, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും ഇല്ല എങ്കിൽ കൂടി നിങ്ങൾ ഇന്ന് രാവിലെ അലാറം അടിച്ച സമയത്ത് എണീക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതിന് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് എത്രയോ ആളുകൾ രാവിലെ അലാറം അടിച്ച്, അതല്ലെങ്കിൽ രാത്രി ഉറങ്ങി രാവിലെ എണീക്കാതെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഈ ഒരു ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലോകത്തേക്ക് ഉണരാൻ സാധിച്ചതിന് നിങ്ങൾ മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതൊന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാര്യത്തിന് വേണ്ടി ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു വിഷമം കൂടാതെ ബാത്റൂമിലേക്ക് പോയി നല്ല സംഭവം റാഹത്തായിട്ട് നമുക്ക് ബാത്റൂമിൽ പോകാനും കുളിക്കാനും അതുപോലെ പല്ല് തേക്കാനും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും പടച്ച തമ്പുരാനോട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. ഇല്ല, നമുക്ക് അപ്പോഴും നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ്. എത്രയോ ആളുകൾ ബാത്റൂമിൽ പോകാൻ കഴിയാതെ മലബന്ധം മൂലം ബുദ്ധിമുട്ടായി ഹോസ്പിറ്റലിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ആ ഒരു ഗതി നമുക്ക് വരാതെ നമുക്ക് ഇത്തരത്തിൽ രാവിലെ എണീച്ച് ഇത്തരത്തിൽ ബാത്റൂമിൽ പോകാനും അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ അല്ലെങ്കിൽ നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് ഈ കാണാനും കേൾക്കാനും കഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ണുകൾ, നമ്മുടെ കൈകൾ, ഇതൊക്കെ നമ്മളൊന്നും ഒരു രൂപ കൊടുത്തിട്ടാണോ നമ്മൾ വാങ്ങിയതാണോ? നമ്മൾ ഗൂഗിൾ പേ വഴി ക്യാഷ് അയച്ചു കൊടുത്തിട്ട് തന്നതാണോ പടച്ചോനെ? അല്ലല്ലോ. അതല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇതിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ വന്നൊന്നും അല്ലല്ലോ. ഇതൊക്കെ നമുക്ക് ജന്മന നമുക്ക് പടച്ച റബ്ബ് നമുക്ക് സംവിധാനിച്ച് തന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ഒന്ന് അൽഹംദുലില്ലാ അല്ലെങ്കിൽ നന്ദി പറഞ്ഞ്, അതല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയോട്, ഇനിയിപ്പോൾ വിശ്വാസി അല്ലാത്ത, ഇനിയിപ്പം മുസ്ലിം അല്ലാത്ത ആളുകൾ, അങ്ങനെ ആ പ്രപഞ്ച ശക്തിയോട് അല്ലെങ്കിൽ പടച്ച റബ്ബിനോട് ഒന്ന് നന്ദി പറയാൻ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്, ലൈൻ ഷക്കത്തും അസീദന്നക്കും എന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഫേമസ് ആയിക്കുന്ന ഒരു കോട്ടാണത്. അപ്പോൾ എന്താണ് പറയുന്നത്, നമുക്ക് ഉള്ളതിന് അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഉള്ളതിന് നന്ദി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലസീദന്നക്കും, നമുക്ക് അധികരിപ്പിച്ച് തരുന്നറിഞ്ഞു. അല്ലാതെ നമ്മൾ ഈ പരാതിയും പരിവട്ടവും പറഞ്ഞ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലൈഫിൽ ഒരിക്കലും നമുക്ക് മുന്നേറാൻ കഴിയില്ല എന്ന് തീർച്ചയായിട്ടും അടിവരയിട്ട് പറയാണ്. നമ്മൾ ഉള്ളതിൽ അൽഹംദുലില്ലാ അത് എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ നന്ദി പറയുന്നതോ അത്രത്തോളം നമുക്ക് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.